കുന്നംപള്ളി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുങ്ങൾ ദയവായി മുൻപോട്ടേക്ക് കടന്നു വരിക. മറ്റേ വിദ്യാഭ്യാസോ പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയുടെ മുന്നിലാണ്. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ MLA എക്സലന്റ് അവാർഡ് ഇന്ന് കുട്ടികൾക്ക് പുതുപ്പള്ളി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതിന്റെ കാഴ്ചകളൊക്കെ കാണാം. എന്റെ മോക്കും ഉണ്ട്, ഫുൾ A+ കിട്ടിയുകൊണ്ട് എന്റെ മോക്കും സമ്മാനമുണ്ട്. നമുക്കതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നും പഠിച്ചത് കൂടുതൽ നമുക്ക് മറ്റു രാജ്യങ്ങളുടെ കുട്ടികളുടെ കൂടെ പഠിക്കാവുന്നതുകൊണ്ട് അതിൽ കൂടുതൽ ഇന്ന് ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോടും അതുപോലെ തന്നെ സർക്കാരുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു വരുമ്പോൾ അവർക്ക് നല്ല ജോലി മാത്രം പോരാ, അവർക്ക് നല്ല ശമ്പളവും കൂടി കൊടുത്താൽ മാത്രമേ അവർ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ജോലി നോക്കി പോകും എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ UK എത്തി 24 വർഷമായി ഞാൻ പോയിട്ട്. അവിടെ പോയി ഞാൻ നേഴ്സായി പോയി, കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഞാൻ കുറേ എൻ്റെ ജീവിത ശൈലിയൊക്കെ മാറി, കുറേ വണ്ണമൊക്കെ വെച്ച്, നമുക്ക് എപ്പോഴും ഇച്ചിരി വണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോഴുന്ന അസുഖങ്ങളുണ്ടല്ലോ, പ്രഷർ, ഷുഗർ തുടങ്ങിയ അസുഖങ്ങൾ, അതൊക്കെ വന്ന് ഞാനവിടെ ഡോക്ടർ എഴുതി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഇങ്ങനെയാണെങ്കിൽ നീ അധികം കാലം ജീവിക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ ജീവിത രീതി മാറ്റുക, നീ കുറച്ച് വ്യായാമമൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ അടുത്ത ദിവസം മുതൽ രാവിലെ മുതൽ ഓടാൻ തുടങ്ങി. കാരണം എനിക്ക് ഉടനെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മുടെ ഇവിടെ UK നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുറേ നാളുകളായിട്ട് 40, 45, 50 വയസ്സുള്ള ഒരുപാട് പേര് ഹൃദ്രോഗങ്ങളും മൂലമൊക്കെ മരിക്കാറുണ്ട് നമ്മുടെ മലയാളികൾ. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണത്. അങ്ങനെ ഞാൻ ഓടാൻ തുടങ്ങി. 2 വർഷം കൊണ്ട് ഞാനൊരു 10 കിലോമീറ്റർ ഓടി. 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ഞാനൊരു മെഡലൊക്കെ ആയിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ കണ്ടോ ഞാൻ 10 കിലോമീറ്റർ ഓടിയിട്ട് വരുവാണ്. എനിക്ക് അന്നേരം 35 വയസ്സൊക്കെ ആയി. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ലണ്ടൻ മാരത്തൺ ഓടാൻ പോവാണെന്ന് ചോദിച്ചു. ലണ്ടൻ മാരത്തൺ പറയുന്നത് ലോക പ്രശസ്തമായ ലണ്ടൻ മാരത്തൺ 42 കിലോമീറ്ററാണ്. അപ്പോൾ ഞാനോട് അങ്ങനെയാണെങ്കിൽ ഞാൻ ലണ്ടൻ മാരത്തൺ ഓടാൻ പറ്റുമെന്ന് നോക്കില്ല. ഞാൻ അവിടെ നിന്നൊരു പരിശ്രമം തുടങ്ങി. 2 വർഷം കൊണ്ട് ഞാൻ നിരവധിയായിട്ടുള്ള പ്രാക്ടീസിന് ശേഷം 2 വർഷങ്ങൾ കൊണ്ട് 2014 42 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലണ്ടൻ മാരത്തൺ ഞാൻ ഓടി പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ അതുപോലെ തന്നെ ലോകപ്രശസ്തമായ മറ്റ് 8 മാരത്തണുകൾ കൂടി ഓടി. ഓരോ മാരത്തണും 42 കിലോമീറ്റർ ദൂരമുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ആ കാര്യം ഇവിടെ പറഞ്ഞത് വെച്ചാൽ, നമുക്ക് വേണമെന്ന് കരുതിയാൽ മറ്റാർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. നമുക്ക് ഉടനെ തന്നെ നാളെയോ നാളത്തെ കഴിഞ്ഞോ നമുക്ക് അതിൻ്റെ ഫലം കിട്ടണമെന്നില്ല. ചിലപ്പോൾ കുറേ കാലം നോക്കിയിരിക്കേണ്ടി വരും നമുക്ക്. പക്ഷേ പരിശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിങ്ങൾ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും നമുക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് നേടാൻ കഴിവുണ്ടെങ്കിൽ, നമുക്കിതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യവും നേടാൻ സാധിക്കും. അതിന് നിന്നുള്ള എല്ലാവിധ പ്രചോദനങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ.
ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ ഇനിയും കൂടുതൽ നടക്കട്ടെ. ഇതിനൊക്കെ വരാനും സംബന്ധിക്കാനും സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷവും എന്നെ ഇൻവൈറ്റ് ചെയ്ത ശ്രീ ചാണ്ടിയമ്മനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആ കൂടെ തന്നെ ഈ MLA എക്സലൻസ് അവാർഡ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. തന്നെയാണ് വളരെ പ്രചോദനദായകമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ഉദ്ഘാടനം ശ്രീ ജോമോൻ ശ്രീ ജോർജ് ജോസഫ് നടത്തിയത്. അദ്ദേഹം പാർലമെന്റ് അംഗമായി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് മണ്ഡലം ആഷ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ബ്രിട്ടനിൽ. 1,00,000 ആളുകളാണ് നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങൾ. നമ്മുടെ ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 10, 11, 12 ലക്ഷം വരെയുള്ള ജനസംഖ്യ വോട്ടർമാരും എല്ലാമുള്ള സാഹചര്യമാണ്. അദ്ദേഹത്തിന് 15 മൈൽ റേഡിയസ് ചുറ്റുകളിൽ സഞ്ചരിച്ചാൽ മതി അദ്ദേഹത്തിന് പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയും എത്തിച്ചേരാനായിട്ട് കഴിയും. അതോടൊപ്പം സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ചേർന്ന് കാരുണ്യ മേഖലയിൽ ഒട്ടേറെ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നതിനും ഇതിൻ്റെ ലോകോപരാശം ചെയ്യുന്നതിനും വേണ്ടി കോട്ടയത്തിൻ്റെ ജനകീയ MLA മന്ത്രി കൂടിയായ നമ്മുടെ ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വളരെ സ്നേഹവും ക്ഷണിച്ചു. ഈ സമ്മേളനം ബ്രിട്ടീഷ് ഈ യോഗത്തെ സംബന്ധിക്കുന്ന സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ചേർന്ന് കാരുണ്യ രംഗത്ത് നടത്തുന്ന സംരംഭങ്ങളിലൂടെ ലോഗോ പ്രകാശനം ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ശ്രീ സോജൻ ജോസഫ് MD നൽകിക്കൊണ്ട് പ്രകാശനം നടത്തിയിരുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി മുൻ മന്ത്രി നമ്മുടെ ഏറെ ബഹുമാന്യനായ ശ്രീ PS ജോസഫ് അവരുടെ ക്ഷണിച്ചു. ചികിത്സ സഹായ പദ്ധതികൾ ഉമ്മൻചാണ്ടി പറ്റി ഓർക്കുമ്പോൾ എല്ലാവരും കാരുണ്യപരമായ ആ സമീപനം ഉമ്മൻചാണ്ടി കാരുണ്യയുടെ മുഖമാണ്. കാരുണ്യത്തിന്റെ പര്യാപ്തമായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തുന്ന നിരവധി സംരംഭങ്ങൾ വിജയിക്കുവാൻ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. ആ സംരംഭത്തിന് ലോകം നടത്തുന്ന ശ്രീ ചാണ്ടിയമ്മനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിൽ നടക്കുന്ന ഈ ഫൗണ്ടേഷൻ്റെ പരിപാടിയിൽ കുഞ്ഞുങ്ങളോടൊപ്പം സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളോടൊപ്പമൊക്കെ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം. ഈ ഘടകങ്ങളിലൊക്കെ അച്ഛന്മാരോട് പങ്കെടുത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെയും വലിയതാണ് എപ്പോഴും ഉപനിഷത്തിലും ബൃഹദാരണ്യ ഉപനിഷത്തിലും ഒക്കെ കാണുന്നുണ്ട്. ശിഷ്യനെ ഭരിച്ചതിന് ശേഷം എന്ന ഉദ്ദേശത്തോടു കൂടി വനത്തിലേക്ക് പറഞ്ഞുവിടും. യമദേവൻ പറയുന്നു, ഈ വിദ്യ അറിയുന്ന ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ മലയാളി MP നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ആദരിക്കുകയാണ്. നമ്മുടെ
കോട്ടയത്തിൻ്റെ MLA മുൻ മന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവர்களാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ CT ജോസഫിൻ്റെ സാന്നിധ്യം ഇവിടെയുള്ള അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇപ്പോൾ പ്രത്യേകം ക്ഷണിക്കുന്നു. ജോമോന് വരാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ശൈലി എന്നെ വളരെ ആകർഷിച്ചു. കാരണം ഞാനൊരു പ്രോഗ്രാം നടത്തുകൊണ്ട് വരാമോ എന്നത് ചോദിക്കുന്നതിലുപരി എൻ്റെ നാടിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവിനെയാണ് ഞാൻ അവിടെ കണ്ടത്. അത് വളരെ എനിക്കും അതൊരു വളരെ സ്വാധീനമായിരുന്നു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും വരും സാർ, അങ്ങനെയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഷൈനി ചേച്ചി വല്ലരും പേര് തെറ്റിച്ചാൽ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ പേര് ഷൈനു എന്നാണ്. ഞങ്ങളുടെ ടിഫിൻ ബോക്സിൻ്റെ ലേഡി ഓണറാണ്. ഇപ്പോൾ OICCയുടെ ഒരേ ഒരു ലേഡി പ്രസിഡൻ്റാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഇത് സംഘടിപ്പിക്കുന്നതിനായിട്ട് വന്നത്. അപ്പം ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ തരാണ്, ഒരു മോട്ടിവേഷൻ തരാനൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ മുഖത്ത് എന്നെ നോക്കി ആകെ ഒരു ഉത്കണ്ഠ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങളോട് ആരുടെയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് തിരിച്ച് മറുപടി പറയുമോ? മറുപടി പറയുമോ? കേട്ടില്ല, ആരും പറയില്ല എന്നാണോ? ഞാനൊരു പാചകക്കാരനാണ്, ഞാനൊരു ഷെഫാണ്. അപ്പം ശ്രീ ഉമ്മൻചാണ്ടി സാറ് പറയുണ്ടായി, നിങ്ങളെല്ലാവരും ഉപരിപഠനത്തിനായിട്ട് എവിടെ പോയിരുന്നാലും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം, അത് എവിടെയായിരുന്നാലും തിരിച്ചു വരണം. ഒരു പക്ഷേ ഞാൻ അവിടെ ഒരുപാട് സ്റ്റുഡൻസിനെ കാണാറുണ്ട്. ഞാനും സ്റ്റുഡൻ്റായിട്ട് UK പോയൊരു വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ 16 വർഷമായിട്ട് ഞാനും UK തന്നെ ആയിരിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ 3 അല്ലെങ്കിൽ 4 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് കുട്ടികളെ സ്റ്റുഡൻറ്റ് വിസയിൽ ആ നാട്ടിൽ കടന്നു വരുന്ന കാണാറുണ്ട്. ഉപരി പഠനത്തിനേക്കാളൊക്കെ ഉപരി എങ്ങനെയെങ്കിലും അവിടെ ഒരു വിസ സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണം എന്ന് മാത്രം ആഗ്രഹിച്ച് വരുന്നവരാണ്. അപ്പം ഒരു നല്ല ട്രേഡ് പഠിക്കുക, ഒരു പക്ഷേ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് കടന്നു വരുന്നവർക്ക് തക്കതായ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല അവരുടെ കയ്യിൽ, അല്ലെങ്കിൽ നല്ലതൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ ലാൻഡപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡെലിവറി ബോയ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു നല്ല ജോലി, അല്ലെങ്കിൽ സമൂഹത്തിന് മാന്യത പുലർത്തത്തക്കവണ്ണം, അല്ലെങ്കിൽ ഏത് ജോലിക്ക് മാന്യതയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും അവരവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നല്ല ജോലി ഒരു പക്ഷേ അവർക്ക് കിട്ടണമെന്നില്ല. അതിൻ്റെ തക്കതായ കാരണം അവരുടെ പുറകിൽ അവർക്ക് സംഘടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്കില്ല് കൂടുതലില്ലാത്തത് കൊണ്ടായിരിക്കണം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലരും എന്നെ വിളിക്കാറുണ്ട്, ചേട്ടാ എനിക്കൊരു ജോലി സംഘടിപ്പിച്ച് തരാമോ, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചോദിച്ചു ഒരുപാട് പേരാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഇവിടെ കയറുന്ന, ഏതോ ഏജൻസി പറഞ്ഞു, അല്ലെങ്കിൽ ഏതോ ആൾക്കാർ പറഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് UK കയറി വന്നാൽ ഒരുപാട് നല്ല ജോലികൾ കിട്ടും, അല്ലെങ്കിൽ ജീവിതം വളരെ സുഗമമായിരിക്കുമെന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ യങ് ജനറേഷനോട് പറയുന്നത്, നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കണം. UK പഠിക്കാൻ വരുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷേ പഠിക്കാൻ വരുന്നത് പഠിക്കാനായി, അല്ലെങ്കിൽ ഒരു ഉപരി. ഞാനൊരു കൂട്ടുകാരൻ എൻ്റെ കൂടെ ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കിച്ചൺ പോർട്ടറായിട്ട് വർക്ക് ചെയ്തൊരു പയ്യനുണ്ട്. അവൻ അവിടെ MBA ഫിനാൻസ് പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരു ദിവസം വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞ, ചേട്ടാ ഞാൻ MBA ഫിനാൻസ് പഠിക്കാൻ വന്നതാണ്, പക്ഷേ ഞാൻ തന്നെ ഇവിടെ കിച്ചണിൽ പാത്രം കഴുകുകയാണ്, എനിക്കൊരു നല്ല ജോലി ഇതുവരെ ആയിട്ടില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞത്, എടാ നീ നിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ UK ആയി കണ്ടതുകൊണ്ടാണ് നിനക്ക് സങ്കടം. ഒരു പക്ഷേ ഇത് നിൻ്റെ ഒരു ചെറിയ ഇടവേള സമയം മാത്രമാണ് UK സമയം. ഒരു പക്ഷേ ഇതിലും നല്ലൊരു ജോലി വേറൊരു രാജ്യത്താണ് നിനക്ക് കിട്ടുന്നതെങ്കിൽ നിൻ്റെ ലൈഫ് സെറ്റിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ അതിന് പ്രാവർത്തികമായി, അല്ലെങ്കിൽ അതിനുചിതമായി അവൻ പല ജോലികളും തിരക്കി. ഇന്ന് ദുബായിൽ ഒരു കമ്പനിയുടെ അറിയപ്പെടുന്ന ലീഡിംഗ് മാനേജറാണ് അവൻ. ഒരു 3-4 മാസത്തിനുള്ളിൽ
അവൻ മിക്കവാറും യൂറോപ്പ് ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ അവന് മെസ്സേജ് അയക്കാറുണ്ട്. അവൻ പറഞ്ഞു, ചേട്ടാ അന്ന് പറഞ്ഞത് വളരെ വാസ്തവമായിരുന്നു. ഞാൻ UK മാത്രം വിചാരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ സങ്കടപ്പെട്ടിരുന്നത്. നിങ്ങളുടെ സാധ്യതകൾ വളരെ വലുതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യതകളെ ഒരിക്കലും കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും പാചകം ചെയ്യുന്നവരാണോ? വീട്ടിൽ ആരെങ്കിലുമൊക്കെ അടുക്കള കയറുന്നവരാണോ? ആരെങ്കിലും കൈവയ്ക്കിയാൽ മതി. ഒരു ചേട്ടനെ ഞാൻ അവിടെ കണ്ടു, അടിപൊളി, താങ്ക് യു. വേറെ ആരും ഒരു പെൺകുട്ടി പോലും അടുക്കള കയറുന്നില്ലേ? കഴിക്കാനെങ്കിലും കയറുന്നവരുണ്ടോ? ഓക്കെ, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആരുമില്ല? വളരെ തുച്ഛമായ കൈകൾ മാത്രമേ പോകുന്നുള്ളൂ. ഭക്ഷണത്തിന് ഏറ്റവും രുചി കൊടുക്കുന്ന എന്താണെന്ന് അറിയാവോ? ഉറക്കെ പറ. ഇവിടുത്തെ പുതുപ്പള്ളിയിലെ ഏറ്റവും മെടുക്കലുമായ കുട്ടികളെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഇതാണ് സാറേ. അപ്പോൾ എനിക്ക് ഉത്തരം ഇവിടെ കേൾക്കണം. ഉപ്പ് വളരെ ശരിയാണ്. പക്ഷെ ഞാൻ ചിലരോട് പോകും, ചിലർ പറയും വിശപ്പാണെന്ന് പറയും. ശരിയാണ്, വിശപ്പ് അറിയുന്നവരെ ആഹാരത്തിൻ്റെ രുചി അറിയുള്ളൂ. ശരിയാണ്, ഉപ്പ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ഏതൊരു റെസിപ്പി എടുത്ത് നോക്കിയാൽ, ഞാൻ അല്പം ഷെഫിൻ്റെ ഭാഷയിലൊക്കെ സംസാരിക്കുമെങ്കിലും നിങ്ങൾക്ക് അല്പം മോട്ടിവേഷനിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കും ഉത്തമ ബോധ്യമുണ്ട്. ഉപ്പ് ഏറ്റവും, അപ്പം നിങ്ങൾ ഏതൊരു റെസിപ്പി എടുത്തപ്പം നിങ്ങൾ വനിതകളിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാചക മാസികകളിലും ഒക്കെ നിങ്ങളുടെ റെസിപ്പീസ് കാണുമ്പം ഉപ്പിന് മാത്രം ശരിക്കും ഒരളവുണ്ടാകില്ല. ഉപ്പ് എപ്പോഴും എഴുതുന്നത് പാകത്തിന് എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ 5 ഗ്രാം ഉപ്പിടണം, അല്ലെങ്കിൽ 2 ഗ്രാം ഉപ്പിടണം എന്ന് പറയുന്നതിനൊക്കെ പകരം ചിലർ 2 നുള്ളുപ്പിടണം, അല്ലെങ്കിൽ 3 നുള്ളുപ്പിടണം. എന്നാലും കഴിവിൻ്റെ പരമാവധി ആൾക്കാർ എഴുതുന്നത് പാകത്തിന് ഉപ്പ് ചേർക്കണമെന്നാണ്, അല്ലേ? അപ്പോൾ അമ്മ അടുക്കളയിൽ, എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് കാണുന്നതെന്ന് തോന്നുന്നു. എൻ്റെ അപ്പയും അമ്മയും വന്നിട്ടുണ്ട്, വൈഫിൻ്റെ അപ്പയും അമ്മയും വന്നിട്ടുണ്ട്. ഇപ്പം ഞാനും ആദ്യമായിട്ടാണ് എൻ്റെ നാട്ടിൽ ഒരു സ്റ്റേജിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, അമ്മ പാചകം ചെയ്യുമ്പോൾ ആരൊക്കെ ഉപ്പ് നോക്കാൻ പോയിട്ടുണ്ട് അടുക്കളയിൽ? ഓക്കെ, ഇച്ചിരി മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി തോണ്ടിക്കടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഉപ്പിനെ കുറിച്ചാണ്. ഉപ്പിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉപ്പ് ബൈബിളിൽ ഉപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അറിയാവോ? നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ലോകത്തിൻ്റെ ഉപ്പായി മാറാനാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പം ഉപ്പിന് അത്രയും വാല്യൂ ആണ് നമ്മുടെ ജീവിതത്തിൽ. ഉപ്പിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഒന്നുറക്കെ പറ, കേൾക്കട്ടെ. സമയം ഉച്ചയ്ക്കായിട്ടില്ല, ഇനി 12 മണി, ഇനി 1 മണിക്കൂറുണ്ട് ഉച്ച സമയമാവാൻ. ഉറക്കെ പറ. സോൾട്ടിൻ്റെ സ്പെല്ലിംഗ് ആദ്യത്തെ അക്ഷരം എസ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു വീക്ക്നെസ് ഉണ്ടാവും. കാരണം വീക്ക്നെസ് കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിവുള്ളത് പാടാനായിരിക്കാം, അല്ലെങ്കിൽ വരയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ 4 പേരോട് സംസാരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു അധ്യക്ഷനായിട്ട് നിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചറാകാനായിരിക്കാം, അല്ലെങ്കിൽ IT മേഖലയിലായിരിക്കാം, ഒരു നല്ല വീഡിയോ ഗെയിം കളിക്കുന്ന ആളായിരിക്കാം, ഒരുപക്ഷെ അല്പം നല്ലപോലെ പടം വരയ്ക്കുന്ന മനുഷ്യനായിരിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ ഗെയിം ഡിസൈൻ ചെയ്തുകൂടാ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഡ്രീംസ് എപ്പോഴും വലുതായിരിക്കണം. ചില വീക്ക്നെസ്സുകളൊക്കെ നമുക്കുണ്ടാകും. ആ വീക്ക്നെസ്സിനെ എങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാം? ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇവിടെ പറയുകയാണ്, ഞാൻ ഇവിടെ ഈ മാവേലിക്കരയിൽ അല്ലെങ്കിൽ MSS ഹൈസ്കൂളിലും തഴക്കരയിലും ഒക്കെ ആയിട്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ മംഗലാപുരത്ത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സംഘപ്പെടുത്തിയത് ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ കടന്നു വരുന്ന കുട്ടികൾ പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയാൻ ഈ കേരളത്തിൽ നിന്ന് കടന്നു വരുന്ന കുട്ടികൾക്ക് പറ്റില്ല. ഞാനും അതിലൊരു ഭാഗമാണ്. ബാക്കിയുള്ളവരുടെ മുമ്പിൽ പോയി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയില്ല. ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കൊണ്ടാവാം, ഒരുപക്ഷെ നമ്മൾ മലയാളത്തിനെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ടാവാം. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ മുമ്പിൽ നമുക്കൊരിക്കലും ഇംഗ്ലീഷ് സംസാരിച്ച് നിൽക്കാൻ അറിയില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എനിക്ക് ഇംഗ്ലീഷ് 4 പേരുടെ മുമ്പിൽ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീക്ക്നെസ്, അത് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണ്, അതിനെ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ ഒരു പരിധിവരെയെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എപ്പോഴും ഉറപ്പായിട്ടും ഉത്സാഹമുള്ളവരായിരിക്കണം. അടുത്ത ഓണം നിങ്ങൾക്ക് സംസാരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു റിപ്ലൈ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ഐ വിൽ ബി വിത്ത് യു ഓൾ. താങ്ക് യു. ആൻഡ് ചണ്ടി സാർ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ഇവന്റ്. പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ 12:20 ആകുമ്പോൾ ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് നിർത്തിവെക്കണം പരിപാടി. പള്ളിയിൽ പ്രാർത്ഥനയുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് പ്രിയപ്പെട്ട MPയോട് ഞാൻ ആദ്യം അങ്ങേ കണ്ടപ്പോഴും പറഞ്ഞൊരു കാര്യം, എൻ്റെ പിതാവ് മരണക്കിടക്കയിൽ അവസാനമായി കേന്ദ്രമന്ത്രി വി മുരളീധരനോടും യൂസഫ് അലിയോടും പറഞ്ഞ കാര്യം അങ്ങേ കണ്ടപ്പോഴും ഞാൻ സൂചിപ്പിച്ചു. നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരി, നമ്മുടെ സഹോദരി അങ്ങ് MLA കിടക്കുകയാണ്. അങ്ങ്
അങ്ങേക്കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് എന്ന നിലയിൽ അങ്ങ് അത് ഉന്നയിക്കും. അതുപോലെ തന്നെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി അത് അങ്ങയോട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പള്ളിയോടും പള്ളിയുടെ വികാരിയോടും അസിസ്റ്റന്റ് വികാരിയോടും ട്രസ്റ്റിമാരോടും സെക്രട്ടറിമാരോടും ഒക്കെ ഈ അവസരത്തിൽ നന്ദി ഞാൻ പറയുന്നു. ഒപ്പം ഒരു മിനിറ്റത്തേക്ക് പ്രിയപ്പെട്ട ഷൈനു ചേച്ചി സംസാരിക്കുന്നതായിരിക്കും. 3 പേരായെന്നാണ് പറയുന്നത്. ശൈലയായി, ഷൈനുവായി, ഷീനുവായി. ഷൈനുവാണ് ശരിയുള്ള പേര്. ഷൈനു ചേച്ചി നിങ്ങളോട് സംസാരിക്കുക. 1 മിനിറ്റ് സംസാരിക്കുക. 12:20 ആകുമ്പോൾ നിർത്തുന്നത്. എനിക്ക് 1 മിനിറ്റാണ് അലൗ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ആ 1 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ കടന്നു പോകുമെന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംബോധനയിൽ നിർത്തിയത്. എനിക്ക് ഇന്ന് ഇവിടെ വരാനും നിങ്ങളോടുകൂടി സ്വല്പ സമയം ചെലവഴിക്കാനും ഇടയാക്കി ഈ സാന്നിധ്യം ഒരുക്കി തന്ന ചാമ്പ്യന്മാരുടെ ആദ്യം തന്നെ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ അവാർഡിന് ചൂസ് ചെയ്യപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അനുമോദനവും ഞാൻ അറിയിക്കുകയാണ്. ഞാനൊരു ചെറിയ കാര്യം നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എംപിയോട് റിക്വസ്റ്റ് വെക്കാൻ മാത്രം ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷേ സാറ് പോയി. എല്ലാ പരിപാടികളും നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമത്തിൽ നടത്തുന്നു. അപ്പോൾ സാറിൻ്റെ നാമത്തിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനം ഈ പുതുപ്പള്ളിക്ക് എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കണം എന്നൊന്ന് റിക്വസ്റ്റ് വെക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. സാറ് പോയി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചാമ്പ്യനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ റിക്വസ്റ്റ് സാറിലേക്ക് അവതരിപ്പിക്കുക. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2 വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ട് ഞങ്ങളുടെ MP പോകുന്നതായിരിക്കും. കൃഷ്ണജിത്തും അലീഷ ടോണി. അതിനുശേഷം മൈക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും പരിപാടി. പിന്നെ കല്ലറയിൽ വെച്ച് ബാക്കിയുള്ള ട്രോഫികൾ ഞാൻ 12:30 തുടങ്ങുന്നതായിരിക്കും. അതിനുശേഷം പരിപാടികൾ. കൃഷ്ണജിത്തും അലീഷയെ 2 പേര് വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കും. അലീഷ ഉണ്ടോ? പുതുപ്പള്ളി പഞ്ചായത്തിലെ പ്രിയ ന്യൂസ് ശേഷിക്കുന്ന അവാർഡുകൾ ഇത് നമ്മൾ 12:30 വിതരണം ചെയ്യും. വിളിച്ചാലും ആണോ മറ്റേ വിജയഹസ്തോ അല്ലേ വാഗ്ദാനം കഴിഞ്ഞു നോക്കി വാഗ്ദാനം കഴിഞ്ഞു ഇച്ചിരി ഇട കൊടുത്തേ ആൻറ്റി ഇച്ചിരി മാറുന്നേ മോനെ മക്കളെ ഇച്ചിരി ഇട കൊടുത്തല്ല ഇതിലെ പോക്കൂ ഇച്ചിരി ഇട പോയി
വാഗ്ദാനം കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടേക്ക് കടന്നു വരാൻ പുതുപ്പള്ളിയിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾ, ഡോൺ ബോസ്കോ സ്കൂളിലെയും കുട്ടികൾ അവാർഡുകൾ ഏറ്റുവാങ്ങുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾ MLA എക്സലൻസ് അവാർഡുകൾ ഏറ്റുവാങ്ങുകയാണ്. പുതുപ്പള്ളിയിലെ കുഞ്ഞുങ്ങള് ദയവായി വേഗത്തിൽ മുമ്പോട്ട് കടന്നു വരിക. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ ലഭിച്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുങ്ങൾ MLA എക്സലൻസ് അവാർഡിന് അർഹരായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുങ്ങൾ ദയവായി മുമ്പോട്ടേക്ക് കടന്നു വരിക. പുതുപ്പള്ളി അവസാനിച്ചോ? പുതുപ്പള്ളിയിലെ കുഞ്ഞുങ്ങൾ ദയവായി മുമ്പോട്ടേക്ക് കടന്നു വരിക. MLA എക്സലൻസ് അവാർഡിന് അർഹരായ കുഞ്ഞുങ്ങൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളവർ ദയവായി വളരെ വേഗത്തിൽ മുമ്പോട്ടേക്ക് കടന്നു വരിക. ബഹുമാനായ MLA കയ്യിൽ നിന്നും എക്സലൻസ് അവാർഡുകൾ വളരെ അഭിമാനത്തോടെ അവരെ സ്വീകരിക്കുകയാണ്. അല്ലല്ല ഓർഡർ ഇതിനകത്ത് പഞ്ചായത്തുകളില്ലാത്ത പുറത്ത് പഞ്ചായത്തുകളുള്ള അവരെ വിളിക്കണം. അവരെ ഇനിയിപ്പം വിളിക്കുന്നത് MLA എക്സലൻസ് അവാർഡുകൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. വിദ്യാഹസ്തം അവാർഡിന് സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾ മുൻപോട്ടേക്ക് കടന്നു വരാം. ആദ്യം പാമ്പാടി ഗ്രാമപഞ്ചായത്ത്. വിദ്യാഹസ്തം പാമ്പാടി ഗ്രാമപഞ്ചായത്ത്. പോയി